എന്തൊക്കെയുണ്ട് സുഖമാണ് എല്ലാവർക്കും. അപ്പം ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൗറീഷ്യസിലെ തമിഴ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ് കേട്ടോ മൗറീഷ്യസ് എന്ന് പറയുന്നത്. ഇന്തോ മൗറീഷ്യനായിട്ടും ചൈനീസ് മൗറീഷ്യനായിട്ടും ഫ്രാൻസ് മൗറീഷ്യനായിട്ടും അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പീപ്പിൾസ് ആണ് മൗറീഷ്യൻസ് എന്ന് പറയുന്നത്. സമ്മർ മാറി വിന്റർ തുടങ്ങിയതുകൊണ്ട് ചെറിയ തണുപ്പുണ്ട്, നേരത്തെ തന്നെ ഇരുട്ടാവുകയും ചെയ്തു കേട്ടോ. അപ്പൊ ശരിക്കും എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വിഷു ആഘോഷിച്ചില്ലേ, അതുപോലെ തന്നെ തമിഴ് ആളുകള് അന്നേ ദിവസം ആഘോഷിച്ചത് തമിഴ് പുത്താണ്ടാണ്, അതായത് തമിഴ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. അന്നേ ദിവസം തന്നെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസും മറ്റും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കട്ടർബോൺ സിറ്റിയിൽ ഇന്നാണ് കേട്ടോ തമിഴ് ഫെഡറേഷന്റെ കീഴിൽ ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പൊ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കുരുത്തോല വെച്ചിട്ടൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്കിതാ ഇവിടെ തന്നെ കാണാം കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും നല്ല ട്രഡീഷണൽ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് സീറ്റൊക്കെ ഫുള്ളായി ഉണ്ടായിരുന്നു. പിന്നെ പരിപാടി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഓരോ പരിപാടികളായിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഓരോരുത്തരും ഒരുങ്ങി വന്നിട്ടുള്ളത് എന്നുള്ളത്. മൗറീഷ്യൻസിനെ ഇതുപോലെ ട്രഡീഷണൽ വേഷത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതാ അവിടെ തന്നെ നമുക്കൊരു ജ്യൂസും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കട്ടർബോൺ മുനിസിപ്പാലിറ്റിയും തമിഴ് ഫെഡറേഷനും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി നടത്തുന്നത്. മേയർ അടക്കം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര വർഷമായിട്ടും ക്രിയോള് ഞാൻ പഠിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ചില വാക്കുകൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അവരവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നല്ല ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ദാ ഈ വരുന്ന പെൺകുട്ടി, ആ കുട്ടി പാതി മലയാളിയാണ് കേട്ടോ, കണ്ണൂരുകാരിയാണ്. അങ്ങനെ എല്ലാവർക്കും അവാർഡ് കൊടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം കൾച്ചറൽ പ്രോഗ്രാംസ് ദാ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. മൗറീഷ്യൻസ് ഫ്രഞ്ചും ക്രിയോളും ഇംഗ്ലീഷും സംസാരിക്കുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് തമിഴ് പാട്ട് പാടാനും തമിഴിൽ സംസാരിക്കാനും ഇവർക്ക് അറിയാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. de la Catabourne Tamil Federation. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് തമിഴ് കൾച്ചർ എന്താണെന്ന് അറിയണം, അതുപോലെ തമിഴ് ഭാഷ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അതുമാത്രമല്ല തമിഴ് ഫെഡറേഷന് കീഴിൽ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ സംഗീതം പഠിക്കാനും അതുപോലെ ഡാൻസ് പഠിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടെ തമിഴ് ലാംഗ്വേജും പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കിത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഫ്രഞ്ചും ഇംഗ്ലീഷും ക്രിയോളും സംസാരിക്കുന്ന കൂട്ടത്തിൽ തമിഴ് കുട്ടികൾ തമിഴ് പഠിച്ച് വളരട്ടെ അല്ലേ. എല്ലാ ഭാഷ പഠിക്കുന്ന കൂട്ടത്തിൽ മാതൃഭാഷ പഠിക്കുന്നതും വലിയൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ പരിപാടി മുഴുവനായിട്ട് കഴിയാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ പടക്കം പൊട്ടുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നത്. നടന്നു വരുന്നത് ഡോമിനോസിന്റെ ഫ്രണ്ടിലൂടെ ആയതുകൊണ്ട് പിസ്സ കഴിക്കാനൊരു മോഹം. അപ്പോൾ എന്നാൽ പിസ്സയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഡോമിനോസിൽ കയറിയിട്ട് ഒരു ചെറിയ പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.